നമസ്കാരം. ഞാൻ കല്ലറ അജയൻ. ഒരു കവിത ചൊല്ലുകയല്ല, പറയുകയാണ്. ഇത് ഈ അടുത്ത് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, ഒരു കവിമിത്രം വഴിയിൽ മരിച്ചു കിടക്കുകയുണ്ടായി. വളരെ വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന സൗഹൃദമാണ് അദ്ദേഹം. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഒരിക്കൽ വഴി വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചും കഷ്ടപ്പാടിനെക്കുറിച്ചുമൊക്കെ പറയുകയുണ്ടായി. ആ ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ട് അക്കാലത്ത് എഴുതിയ കവിതയാണ് ഒരു പഴയ കവിമിത്രം പറഞ്ഞത്. ഒരു പഴയ കവിമിത്രം പറഞ്ഞത്. ഏറെ നേരം ഞങ്ങളുടെ ഇടയിലെ മൗനത്തിൽ ഈച്ചയാർത്തുകൊണ്ടിരുന്നു. ഒടുവിൽ എൻ്റെ വലം കൈ ഇരു കൈകളും കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി. സുഹൃത്തേ, ഞാനിപ്പോഴൊന്നും എഴുതാറില്ല. കവിതയ്ക്ക് ചേക്കേറാൻ മാത്രമായി എൻ്റെ തലച്ചോറിൽ ചില്ലകളൊന്നും ബാക്കിയില്ല. കുടുംബം, കുട്ടികൾ, വാദം, വരട്ടുചൊറി, വേദന തിന്നുന്ന വർത്തമാനങ്ങൾ. ഞാനിപ്പോഴൊന്നും എഴുതാറില്ല. പുസ്തകങ്ങൾ വച്ചിരുന്ന കാൽപ്പെട്ടി ചിതൽ തിന്നുപോയി. സ്വപ്നങ്ങളുടെ തകരപ്പെട്ടിയിൽ ഇപ്പോൾ എലി താമസിക്കുന്നു. ചിലപ്പോഴെങ്കിലും അക്ഷരങ്ങളുടെ തുറിച്ചുനോട്ടം എന്നെ പേടിപ്പിക്കുന്നതിനാൽ ഞാനിപ്പോഴും ഒന്നും വായിക്കാറുമില്ല. ഞാനിപ്പോഴൊന്നും എഴുതാറില്ല. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനും കുട്ടിയെ സ്കൂളിൽ അയക്കാനും ഞാൻ തന്നെ പോകണം. പശുവിന് പുല്ലരിയുന്നതും മാവേലി സ്റ്റോറിൽ ക്യൂ നിൽക്കുന്നതും ഞാൻ തന്നെ. മൺവെട്ടി പിടിക്കുന്ന കയ്യിൽ പേന വിറച്ചു പോകുന്നു. അക്ഷരങ്ങൾ അട്ടയെപ്പോലെ ചുരുണ്ടു പോകുന്നു. രാത്രി ഒരല്പം സമയം കിട്ടുമ്പോൾ ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കും. പൂർത്തിയാകാത്ത രണ്ട് സ്വപ്നങ്ങളെപ്പോലെ തളർന്നുറങ്ങുന്ന കുട്ടികളുടെ മുഖത്തേക്ക് ചിമ്മിനി വെട്ടം അടുപ്പിച്ച് ഞങ്ങൾ ഏറെ നേരം സൂക്ഷിച്ചു നോക്കും. എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടോ എന്തോ എനിക്കറിയില്ല.